നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക സ്ത്രീകളെയും, പ്രത്യേകിച്ച് യുവതികളെയൊക്കെ വളരെയധികം അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് PCOD. പലപ്പോഴും ശരീരത്തിലുണ്ടാകുന്ന ആ മാറ്റങ്ങൾക്കൊപ്പം വളരെ വലിയ മാനസിക സമ്മർദ്ദവും ഇത് പലരിലും ഉണ്ടാക്കാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ PCOD? ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുമോ? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കാരണം നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രായോഗികമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമായിട്ട് എന്താണ് PCOD എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാം. സ്ത്രീകളുടെ ശരീരത്തിലെ അണ്ഡാശയം അഥവാ ഓവറിയുടെ പ്രധാന ധർമ്മം എല്ലാ മാസവും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അണ്ഡത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ PCOD ഉള്ളവരിൽ പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രജൻ്റെ അളവ് ശരീരത്തിൽ അസാധാരണമായ വിധത്തിൽ കവിയും. ഇത് കാരണം അണ്ഡം പൂർണ്ണ വളർച്ചയെത്താതെ വരികയും അത് ചെറിയ ചെറിയ കുമിളകളായിട്ട് അഥവാ സിസ്റ്റുകളായിട്ട് അണ്ഡാശയത്തിന് ചുറ്റും അടിഞ്ഞുകൂടുകയും ഒക്കെ ചെയ്യും. ഇത് നിങ്ങളുടെ ആർത്തവ ചക്രത്തെ പൂർണ്ണമായിട്ടും താളം തെറ്റിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഹോർമോൺ വ്യതിയാനം, അതായത് ശരീരത്തിലെ ഹോർമോണുകളുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥ. 2, ഇൻസുലിൻ റെസിസ്റ്റൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് ശരിയായിട്ട് പ്രതികരിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശരീരം സ്വയം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഈ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പുരുഷ ഹോർമോണുകളുടെ ഉൽപ്പാദനവും അമിതമായിട്ട് വർദ്ധിപ്പിക്കും. 3, പാരമ്പര്യം. കുടുംബത്തിലെ അമ്മയ്ക്കോ സഹോദരിക്കോ ഒക്കെ ഈ പ്രശ്നമുണ്ട് എങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ്. 4, നമ്മുടെ ജീവിതശൈലിയും മാനസിക സമ്മർദ്ദവും. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പലപ്പോഴും PCODയെ ഒരു ശാരീരിക പ്രശ്നമായിട്ട് മാത്രമാണ് പലരും കാണുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിനും മാനസിക സമ്മർദ്ദത്തിനും അഥവാ സ്ട്രെസ്സിനുമൊക്കെ ഇതിൽ വളരെ വലിയ ചില പങ്കുകളുണ്ട്. അതായത് നമ്മൾ സ്ട്രെസ്സിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്നുള്ള ഒരു സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. പണ്ട് കാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ, അതായത് നമ്മുടെ ആദിമ മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു വന്യമൃഗത്തെ കാണുമ്പോൾ ഒന്നുകിൽ ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിനോട് പൊരുതാൻ ഒക്കെ ശരീരത്തെ സജ്ജമാക്കാൻ വേണ്ടിയാണ്, ശരീരത്തെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർട്ടിസോള് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് വന്യമൃഗങ്ങളെന്ന് പേടിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ ജോലിയുടെ ടെൻഷൻ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇങ്ങനെ ദിവസവും നമ്മൾ വലിയ സ്ട്രെസ്സിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്, അതായത് നമ്മുടെ ഉപബോധ മനസ്സിന് പുറമേ സംഭവിക്കുന്ന യഥാർത്ഥ അപകടവും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ വെറും ചിന്തകൾ കൊണ്ടുള്ള ടെൻഷനും തമ്മിൽ വേർതിരിച്ചറിയാൻ കാര്യമായിട്ട് കഴിയില്ല. അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ടെൻഷൻ കാരണം നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഈ കോർട്ടിസോള് ഉയർന്ന അളവിൽ തന്നെ നിലനിൽക്കുന്നുണ്ടാകും. ഈ കോർട്ടിസോള് എപ്പോഴും കൂടി നിൽക്കുന്നത് ഇൻസുലിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ കൂടിയാൽ അത് പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രജൻ്റെ ഉൽപ്പാദനത്തെയും വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഈ അണ്ഡോൽപാദനത്തെ ഇത് നേരിട്ട് തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതായത് നിങ്ങളുടെ മനസ്സിലെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങളുടെ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്നു എന്നർത്ഥം. മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ വളരെ പ്രസക്തമാണ്.
ഇത് ഒരു വിഷമവൃത്തമാണ് എന്ന് പറയാം. കാരണം PCOD വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുടി കൊഴിച്ചിലും മുഖക്കുരുവും വണ്ണം വയ്ക്കുന്നതുമൊക്കെ കാരണം പെൺകുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസക്കുറവും സ്ട്രെസ്സുമൊക്കെ ഉണ്ടാവുക എന്നുള്ളതും സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ട്രെസ്സ് കാരണം വീണ്ടും കോർട്ടിസോൾ കൂടും. അത് വീണ്ടും PCODയെ വർദ്ധിപ്പിക്കും. ഈ ഒരു ചങ്ങല നമുക്ക് ബോധപൂർവം പൊട്ടിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ പതറിപ്പോകരുത്. പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചുരുക്കി പറയാം. ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ക്രമരഹിതമായിട്ടുള്ള ആർത്തവമാണ്. പിന്നെ അമിതവണ്ണം, പ്രത്യേകിച്ച് വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. അതുപോലെ മുഖത്തും താടിയിലുമൊക്കെ പുരുഷന്മാരെ പോലെ ചെറിയ രോമവളർച്ചയൊക്കെ ഉണ്ടാകുന്നതും. അതുപോലെ കടുത്ത മുഖക്കുരു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായതിൽ കൂടുതൽ മുഖക്കുരു ഉണ്ടാവുകയുമൊക്കെ ചെയ്യുന്നത്. അതുപോലെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവും ഡിപ്രഷനുമെല്ലാം അത് നിങ്ങളുടെ മാത്രം തെറ്റൊന്നുമല്ല. അത് വെറും ഹോർമോണുകളുടെ ഒരു കളി മാത്രമാണ് എന്ന് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. അതായത് എൻ്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. എന്തൊക്കെയാണ് ഇതിനുള്ള ശാസ്ത്രീയ പരിഹാരങ്ങൾ? PCOD പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രിക ഗുളികയൊന്നും ഇപ്പോൾ എന്തായാലും തൽക്കാലമില്ല. എന്നാൽ നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ, ചെറിയ ചില മൈൻഡ് ടെക്നിക്കുകളിലൂടെ ഒക്കെ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ട് ഭക്ഷണക്രമം. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം. എന്നിട്ട് പ്രോട്ടീനും ഫൈബറുമൊക്കെ കൂടുതലുള്ള ഭക്ഷണം ശീലമാക്കണം. അതുപോലെ പഞ്ചസാര അഥവാ വൈറ്റ് ഷുഗർ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം. കഴിയുമെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കണം. ഭക്ഷണക്രമത്തിൽ വളരെ മികച്ച ഒരു രീതിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതായത് 16 മണിക്കൂർ ഉപവസിക്കുകയും ബാക്കി വരുന്ന 8 മണിക്കൂറിനുള്ളിൽ മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന 16/8 എന്നുള്ള രീതി. ഇത് ശരീരത്തിലെ ഇൻസുലിൻ ലെവലിനെ കാര്യമായിട്ട് തന്നെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ ഹോർമോൺ ബാലൻസ് ചെയ്യാനുമൊക്കെ വളരെ വളരെ നല്ലതാണ്. ഇനി രണ്ടാമതായിട്ട് വ്യായാമം. ദിവസവും ഒരു 45 മിനിറ്റെങ്കിലും കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം. നടത്തം അല്ലെങ്കിൽ ജോഗിങ് ഇതൊക്കെ ആകാം. അതുമല്ലെങ്കിൽ ചെറിയ ചെറിയ ഡംബലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസുകൾ, ഇതെല്ലാം വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് വേഗത്തിൽ തന്നെ കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമതായിട്ട് കൃത്യമായിട്ടുള്ള ഉറക്കം. രാത്രിയിൽ ഏറ്റവും ചുരുങ്ങിയത് 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം അത്യാവശ്യമാണ്. കാരണം ഉറക്കമില്ലായ്മ ഈ കോർട്ടിസോളിനെ വർദ്ധിപ്പിക്കും. ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഇനി നാലാമതായിട്ട് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിനെ കുറയ്ക്കാൻ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അതുമല്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങൾ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. കിടക്കുന്നതിന് മുൻപ് ഒരല്പസമയം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യുന്നതാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗൈഡഡ് മെഡിറ്റേഷനോ മറ്റുള്ള ധ്യാന രീതികളോ ആകാം. ഗൈഡഡ് മെഡിറ്റേഷനൊക്കെ ആണെങ്കിൽ ഇതേ ചാനലിൽ തന്നെ ധാരാളം നല്ല നല്ല ഗൈഡഡ് മെഡിറ്റേഷനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ബോക്സിൽ കൊടുത്തേക്കാം, അവസാനം ടാഗ് ചെയ്തേക്കാം. ഒന്ന് ചെയ്യൂ. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഏർപ്പെട്ട് തുടങ്ങണം. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അവബോധം നൽകാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ സ്വയം അത് സ്ഥിരീകരിക്കാതെ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും നിങ്ങൾ തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. ഈ അറിവുകൾ ഉപകാരപ്രദമായി എന്ന് കരുതുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് എങ്കിൽ അയാൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ചുവട്ടിലെ കമൻറ്റ് ചെയ്യൂ. ഈ വിധത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.